ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. പച്ചരി നല്ല നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 1 കിലോ അരിയും അതേപോലെ തന്നെ പിന്നെ 1 കിലോ ചെറുപഴമാണ് കേട്ടോ. അത് നന്നായി ഇതേപോലെ തന്നെ നല്ല അരച്ചെടുക്കണേ. അത് നല്ല അരച്ചതിന് ശേഷം മാവിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഞങ്ങൾ 1 കിലോ ശർക്കര അച്ചിയാണ് കേട്ടോ. അത് നല്ല കഴുകി പാത്രത്തിൽ ഗ്യാസിൽ വയ്ക്കുകയാണ്. വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കിയെടുക്കുകയാണ്. കുറുക്കിയെടുത്ത് അരിച്ചിട്ട് മാവിലോട്ട് ഒഴിച്ച് കൊടുക്കണേ. അതിന് ശേഷം പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഏലക്കായ കൂടി വറുത്ത് പൊടിച്ചിട്ട് നമ്മളത് പഞ്ചസാര കൂട്ടി പൊടിക്കുക ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു കൊപ്ര, തേങ്ങ ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിൽ കൊപ്ര ഉണ്ടായതുകൊണ്ട് അടുത്താണ്. പിന്നെ അത് നല്ല നെയ്യിൽ മിൽമയുടെ നെയ്യ് ഒഴിച്ചിട്ട് ആ കൊപ്ര നന്നായി വറുത്തെടുക്കണം എണ്ണയിലിട്ടിട്ട്. അത് വറുത്ത് കോരിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ഇതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം മൂത്തതിൻ്റെ ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് പഞ്ചസാര പൊടിച്ചത് ഏലക്കായും കൂടെ. അതിന് ശേഷം റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 250 റവയാണ്, കൊപ്ര ഇതാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിന് ശേഷം മൈദപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മൈദപ്പൊടി, 250 മൈദപ്പൊടി, ഒരു നുള്ളു ഉപ്പിട്ടോ. തോനൊന്നും ഇടാണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. അങ്ങനെ നല്ല എല്ലാം കൂടെ നല്ല ഇളക്കി നല്ല സെറ്റാകാൻ വെച്ചേ. സെറ്റ് 4 മണിക്കൂറായപ്പോഴേക്കും ഞങ്ങളെടുത്ത് നല്ല വെളിച്ചെണ്ണ, വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ തന്നെ അതിൽ നമ്മൾ ഉണ്ടാക്കാനുള്ള പണിയാണ്. നല്ലോണം മൂത്ത് പാത്രത്തിലോട്ട് കോരി വെച്ചിട്ടോ. എന്ന ശേഷം നമ്മളതൊക്കെ പാക്ക് ചെയ്യണം. ഇന്ന് ഏട്ടൻ പോവുകയാണ് ദുബായിലോട്ട്. അപ്പോൾ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. ഏട്ടനും മകനൊക്കെ പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതുപോലെ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അഭിപ്രായം പറയാം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.